ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനുസ് റെസിപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത് എനിക്ക് വയ്യ, രണ്ടാമതോ വെള്ളം കൈ നിൽക്കുക. അപ്പോൾ പറ്റണ കഴിഞ്ഞിട്ടില്ല, ഒരു ലേശിച്ച വെള്ളം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊരു മടുപ്പിക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ഒരു പയറുപ്പേരിയും അതുപോലെ ഒരു മോരുകറി മാത്രമായിട്ട് ഒന്ന് വെക്കുന്നത് ലേറ്റായിട്ടാണ്. ഒന്നാമത് വയ്യല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപ്പേരിക്കുള്ള പയറ് കട്ടിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മൂപ്പർക്ക് പിന്നെ നമ്മളെ സഹായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. പയർ മുറുക്കാൻ മൂപ്പരോട് കുരു പയറെടുത്ത് തരാമെന്നും പറഞ്ഞിട്ടാണ് ആളിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ എൻ്റെ പയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ക്ലീനിങ് ആണ്. ഇവിടെ മാത്രമല്ല, ഈ പയർ മുറിച്ച് മാത്രമല്ല, എല്ലാം മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ അത് ഒരു പയർ കയ്യിൽ പിടിച്ചിട്ട് ഇത് ഞാൻ നുറുക്കട്ടെ അമ്മച്ചിയെന്നും പറഞ്ഞിട്ടോ കാത്തിരിക്കുന്നു. അപ്പോൾ ഒരു കത്തിയും ആ പയറൊക്കെ പാട് ഞാനും അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓന് നുറുക്കിയിരിക്കുകയാണ്. നല്ല പുതിയ കത്തിയാണ് കേട്ടോ, മൂർച്ചുള്ള കത്തിയാണ്. അപ്പോൾ നോക്കി മുറിക്കണം കേട്ടോ മുത്തിയെന്നൊക്കെ പറഞ്ഞപ്പോൾ നോക്കിയിട്ട് തന്നെ മുറിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ ഇരിക്കുകയാണ്. ഓന് ശ്രദ്ധിച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യുന്നത്. ഞാൻ പല മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനത്തെയൊക്കെ ജോലികളിൽ കുട്ടികളൊക്കെ കുറച്ചുകൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്, കുട്ടികൾക്ക് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വല്ലാണ്ട് എതിർക്കാറില്ല. അപ്പോൾ ഞാൻ ഞങ്ങളുടെ പുതപ്പൊക്കെ മടക്കി വെക്കുകയായിരുന്നു കേട്ടോ. അവൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ മടക്കി വെക്കണ കൂട്ടത്തിൽ ഓൻ്റെ പുതപ്പവും മടക്കി വെക്കാമെന്നും പറഞ്ഞിട്ട് ഒരുങ്ങിക്കാണ്. എത്ര മടക്കിയിട്ടാണ് മടങ്ങണില്ലെങ്കിലും ഒരു ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം. അപ്പോൾ ചെയ്തോട്ടെ വെച്ചിട്ട് ഞാനും. അപ്പോൾ ഇനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൻ്റെ കളിസാധനങ്ങളാണ് ഒരു വിധം ഉള്ളത് മുഴുവൻ കേട്ടോ. അതൊക്കെ ഞാനിപ്പോൾ ഈ നേരത്തൊക്കെ ക്ലീൻ ചെയ്തിടും. പിന്നെ രാത്രി ഉറങ്ങി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതേ പഴയ പടി കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ട്. അപ്പോൾ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ആ പയറ് കഴുകി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. ഇത് കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളതായിരുന്നു, കഴുകി വെച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ തേങ്ങ അരക്കാണ്ടായിരുന്നു, മോരുകറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, മല്ലിച്ചപ്പാണ് കേട്ടോ. ഞാൻ ഗ്ലാസ്സിൽ വെള്ളത്തിലാക്കിയിട്ട് ഇട്ടച്ചതാണ് വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ചില സൈഡിലൊക്കെ ഉണങ്ങി വരുന്നൊക്കെ ഉണ്ട്. എന്നാലും ഒരു 4-5 ദിവസം ആയിക്കണു അങ്ങനെ ഇരിക്കാൻ തുടത്തിയിട്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ ലേശം വലിയുള്ളി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയുള്ളി നമ്മളെടുത്തില്ല, അതുകൊണ്ട് തന്നെ വലിയുള്ളി കൊണ്ടാണ് തൂമിക്കാറ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ തൂമിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് വേറെ റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, തക്കാളി, വലിയ ഉള്ളി ഞാനിങ്ങനെ ചോപ്പറിലേക്കൊന്ന് നടുമുറിച്ചിട്ടൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ള ചോപ്പറാണ്. ഈ തോനൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ളതൊക്കെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ടാണ് വായിച്ചെടുത്താൽ മതിയല്ലോ. സിമ്പിളാണ്. മീൻ കറിയൊക്കെ വെക്കുമ്പോഴും ഇതുപോലത്തെ കറിയൊക്കെ വെക്കാൻ അടിപൊളിയാണ്. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചു, ലേശം കടുകിട്ട് പൊട്ടിച്ചു, ഉലുവട്ട് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ ആ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി, തക്കാളി ഒക്കെ പാടെ നമ്മൾ അതിലേക്ക് കൊട്ടി കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. പുക വരുന്നതായിട്ടൊന്നും ആരും പേടിക്കണ്ട. അത് ചട്ടിയിൽ ലേശം അധികം ചൂടായിപ്പോയി, അതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ ചോറും ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റി വെക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പപ്പടം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കാച്ചി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരുന്നു. ചോറും അതുപോലെ നമ്മുടെ മോരുകറി, സൈഡായിട്ട് നമ്മുടെ പയറുപ്പേരിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ 2 പപ്പടം കൂടെ ആയപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ ഉഷാറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ടാ.